ഹലോ എന്തുകൊണ്ട് പറഞ്ഞാൽ മയക്കാവശ്യം തരുന്നൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ എൻ്റെ വീടും കാറിൽ തന്നെ കളഞ്ഞുപോയി. അതേപോലെ തന്നെ ഞാൻ പിന്നെ എടുത്തു. എൻ്റെ പിന്നെ കുറേ സ്പോണം കൊണ്ടുവരാം, കോഴി, പിന്നെ ഇന്നലെ അതിൻ്റെ ക്രീപ്പർ, അതിൻ്റെയൊക്കെ സ്പോണൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ ഞാൻ ഇപ്പോൾ കറങ്ങുള്ള ഈ ക്രിയേറ്റീവ് മോളിലാണ്. ഞാൻ കുറച്ച് സാൻഡ് എടുക്കണം ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ TNTs ഉണ്ടാക്കാനാണ്. എനിക്ക് പോയി എന്താ ഇത് ചെയ്യാൻ വയ്യ. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് സാൻഡ് എടുക്കാം. ഞാനൊരു ഫാം ഉണ്ടാക്കി ഗൈസ്, TNT. നമ്മൾ പിന്നെ അത്രയ്ക്ക് വലിയ പ്രൊഫഷണൽ ബിൽഡറും ഒന്നുമല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന്. എല്ലാ ഡിസ്പെൻസർ അത് ക്രിയേറ്റീവ് മോഡിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഹാർഡ് കോറിൽ ചെയ്യണമെങ്കിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം അത് ക്രിയേറ്റീവിലായ സാധനം കിട്ടുള്ളൂ. കാരണം ഭയങ്കര കാറ്റ് ഗൈസ്. അവിടെ ഞാൻ ചത്ത്, ഞാൻ ചാടിച്ചത്ത് ഗൈസ്. നിങ്ങളെ വിചാരിക്കും എൻ്റെ സാധനം എന്താ പോകാത്തതെന്ന്. ഇത് കീപ്പ് ഇൻവെൻറ്ററി അത് ഓണാണ്. ഓക്കെ, ചാറ്റ് അത് ഓണാണ്, അതുകൊണ്ടാണ്. അയ്യോ, ഞാൻ രാത്രിയാണ്. രാത്രിയാടാ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. അയ്യോ അമ്മച്ചി ഞാൻ പോയേ. അയ്യോ എടാ, ഞാൻ ഇത് ഏത് ജില്ലയിലോട്ടാ പോണത്? ഇത് ഉണ്ടാവ് വീടാ ഗൈസ്, പിന്നെ ഉണ്ടാവ് വീടാ. വലുതായിട്ട് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്തൊന്നും ഡോറും ഒന്നും ഇല്ല. ഓക്കെ, അത്രയുള്ളൊരു പ്രശ്നം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത്. വേറൊന്നും ഇല്ല ഗൈസ്, വേറൊന്നും പ്രശ്നമായിട്ടൊന്നുമില്ല. അണ്ടാ വീട് പണിയേ. ഇത് എന്നെക്കൊണ്ട് ഇതിനൊന്നും ഉണ്ടാക്കാൻ അതിൽ ഞാൻ ക്രിയേറ്റീവ് മോഡാണ് ഈ വീട് ഫുൾ ഉണ്ടാക്കിയത്. കാരണം ഇത് ഇടയ്ക്കൊരു സർവൈവലായില്ല. കാരണം ഇവിടെ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. ഇത്രയും വലിയ വീടൊക്കെ അതിലുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റും. ചിലപ്പോൾ ബിൽഡേഴ്സിനെ കൊണ്ട് പറ്റും. നമ്മൾ ബിൽഡറും അല്ല, ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയ സെറ്റപ്പ് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ക്രീപ്പർ ഫാം, എൻ്റെ അയ്യോ അയ്യോ അമ്മച്ചി. നമ്മളിങ്ങനെ പോയിട്ട് ലിവർ വലിക്കപ്പോൾ ലിവർ ഇങ്ങനെ വലിക്കുന്നു. ലിവർ ഇങ്ങനെ വലിച്ചാൽ അത് വരുന്നു. അടിയിൽ ഞാൻ കോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട സാധനങ്ങൾ പറഞ്ഞില്ല. ഇതിൻ്റെ പേര് സ്ലാബ്, പിന്നെ ഇത് ഡിസ്പെൻസർ, പിന്നെ പിന്നെ ലാവ, 2 ബക്കറ്റ് ലാവ, പിന്നെ കോപ്പർ. ജസ്റ്റ് ഇത്രയും മതി ഗൈസ് ഞാൻ ഉണ്ടാക്കിയാണ് സമയത്തിൽ. പിന്നെ കുറേ അത് നിറയ്ക്കാൻ വേണ്ടി കുറേ ഇതും സ്പോണത്. ഓക്കെ, നമ്മൾക്ക് അത്ര വലിയ പ്രൊഫഷണൽ ഉള്ളത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചുറ്റെടുത്ത് ആക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതൊക്കെ വല്ല നിങ്ങൾക്ക് വല്ല ദേഷ്യം തീർക്കാനുണ്ടെങ്കിൽ ആണെങ്കിൽ ഇപ്പം അങ്ങനെ തുറക്കാം. ഓക്കെ, ദേഷ്യം തീർക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഓക്കെ, നിങ്ങൾ കാണാം അത് ചാവുന്നത്. പിന്നെ ഞാൻ എനിക്ക് സാധനങ്ങൾ വേണ്ടേ, എനിക്ക് എടുക്കണമല്ലോ, ചത്തിട്ട് പോകാൻ പറ്റിയേ. എനിക്കിത് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇവിടെ നിന്ന് വഴി വയ്ക്കണം കേട്ടോ. എൻ്റെ ബ്ലോക്കെല്ലാം ഉണ്ടോ? ബ്ലോക്കൊന്നും എടുത്തില്ല. കുഴപ്പമില്ല, പോട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ജസ്റ്റ് തുറന്നാൽ ചിലതിലൊന്നും വന്നിട്ടില്ല. ഓക്കെ, അത് ചിലതിലൊക്കെ വന്നിട്ടുള്ളൂ. ഇങ്ങോട്ടല്ലൊക്കെയല്ലടാ, അതിലൊക്കെ വന്നിട്ടുണ്ട്. അറിയത്തില്ല. അല്ല, ഇതിനകത്ത് ഏതാണ് ക്രീപ്പറിൻ്റെ സൈഡ്? ഈ സൈഡ് പിന്നെ ഈ സൈഡല്ലേ നോക്കട്ടെ. ഓക്കെ, ഈ സൈഡ് നോക്കിയാൽ നമുക്ക് കുറേ ക്രീപ്പറിന് ഇതാണ്. ഇത് നിറയണം, എല്ലാം നിറയണം കേസ്, എന്നാലേ
അതിനകത്ത് മറ്റേ സോംബി ഞാൻ ആദ്യം ഒരു പൊട്ടത്തരം കണ്ടിട്ടുണ്ട്. ഞാൻ എന്നുവെച്ചാൽ രണ്ടെണ്ണമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അവർ മറ്റേ രണ്ട് സ്ഥലത്തോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല, മനസ്സിലായോ? എന്ന് വെച്ചാൽ കണ്ട നടുക്ക് നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അപ്പുറത്തെ സോംബിയാണ് കണ്ടോ വേണമെങ്കിൽ കാണിച്ചത്. കണ്ടല്ലോ സോംബി സ്പോണൊക്കെ കണ്ടോ, സോംബി സ്പോണൊക്കെ അതല്ലേ, മനസ്സിലായോ? അപ്പം അത് ഇവിടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ടൊന്നും പിന്നെ ആരും പോകത്തില്ലല്ലോടാ. പിന്നെ ഇവിടെ എന്തിനാ ഇത് വഴി, പിന്നെ എന്തിനാണ് അവിടെ വഴി, പിന്നെ ഇവിടെ വഴി. അയ്യോ മതി, ഇത്രയൊക്കെ മതി. ഇനി എനിക്ക് ആവശ്യമുള്ളപ്പോൾ TNT ഉണ്ടാക്കാം. ഇത് തീരപ്പം ഞാൻ എന്തിരുന്നത് തീയപ്പം പിന്നെ നിറക്കി പിന്നെ ഇത് പിന്നെ നിറച്ചിട്ട് അങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കും, മനസ്സിലായോ? എന്നെ കൊല്ലുമല്ലടാ നിങ്ങൾക്ക് വല്ല ഇതിനടുത്ത് വല്ല ഈഗോ അങ്ങനത്തെ പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ തീർക്കാം. സ്പോണാവുന്നതിൻ്റെ സ്പീഡ് കണ്ടോ? അയ്യോ ഒരു കാരണവശാലും ഈ സാധനം ഇങ്ങനെ പൊട്ടിച്ചോളല്ലേ, എന്നാൽ പിന്നെ വെള്ളത്തിൻ്റെ അടിയൊക്കെ പോയി ഇങ്ങനെ എടുക്കേണ്ട വരും. പിന്നെ ഈ സാധനം കൊണ്ട് ചത്തെന്നൊന്നും പറയില്ല. ഞാൻ ക്രീപ്പ് ഇൻവെൻറ്റർ ഓണാക്കിയിട്ടേക്കണോണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ നിൽക്കണം കേസ്. ഓക്കെ, ഞാൻ ചത്താലും ഇവിടെ തന്നെ സ്പോണാവാൻ വേണ്ടി ഞാൻ ഇവിടെ ബെഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ ഇതായിരുന്നു അപ്പുറത്തിൻ്റെ പട്ടിയാണ് കുറച്ചാണ് എൻ്റെ പൊന്നെ, എൻ്റെ നെഞ്ചടിച്ചു വേണം. അപ്പോൾ അപ്പുറത്ത് പട്ടിയുണ്ട്, അതെന്തിനാ അഗ്രസീവാണ് പെട്ടെന്ന്, എന്തിനാ പെട്ടെന്ന് കുറച്ചാണ്. അപ്പൊക്കെ പെട്ടെന്ന് അഗ്രസീവായി. എൻ്റെ പൊന്നെ ഞാൻ പേടിച്ചോ, എൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ പെട്ടെന്ന് പേടിച്ചോ. അവിടെ രണ്ട് പട്ടിയുണ്ട്, ഞാൻ വിചാരിച്ച് ആരും കാറ് കടിച്ചെന്ന്. എൻ്റെ പൊന്നെ ഇങ്ങനെ തുഴഞ്ഞിറങ്ങിയിരുന്ന ചാവ എന്ത് സുഖടേ. രാവിലെ വരെ ചിക്കനെടുത്ത് ആയിക്കോട്ടില്ല. ഇത് ഞാൻ അങ്ങോട്ടുള്ള കാശും കൊടുത്തിട്ടല്ലേ ഗൈസ്. ഓക്കെ, ഞാൻ റെസ്റ്റോറൻറ്റ് ടെസ്റ്റ് വെച്ചാണ് ഇത് വെള്ളം കൊടുത്താണ്. ഇതിന് മൊത്തത്തിൽ പിന്നെ കാര്യങ്ങൾ എത്ര സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞില്ല. വെറും റെസ്റ്റോൺ ഡിസ്പെൻസർ സ്ലാബ്, പിന്നെ റെസ്റ്റോൺ ടെസ്റ്റ് ഞാൻ പറഞ്ഞോ, അല്ല ജസ്റ്റ് സ്ലാബ് റെസ്റ്റോൺ, പിന്നെ ലിവർ, പിന്നെന്താ ലിവർ, പിന്നെ ജസ്റ്റ് ഉണ്ട്. മൊത്തത്തിൽ 5-6 വേറെ കാര്യങ്ങൾ മതി ഗൈസ്. വെറും 6 ആളും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാം. എനിക്ക് ക്രീപ്പർ ഫാം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് വരുന്ന ഞാൻ ചെയ്ത ഇപ്പം സാധനം ഉണക്കിട്ടിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. ഡിസ്പെൻസിൽ കൂടെ തന്നെ അത് താഴെ പോയി വീതോളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഡിസ്പെൻസ് വെച്ചിട്ട് സൈഡിലെ ജഡ്ജൊക്കെ എഴുതിയതാണ്. പിന്നെ 2 ഉണ്ടാക്കട്ടെ ഗൈസ്, അതുകൊണ്ട് പിന്നെ സോംബിൻ്റെ അതിൻ്റെ ഉണ്ടാക്കട്ടെ. അതുകൊണ്ടാണ് പിന്നെ ഇതെനിക്ക് വേണമെങ്കിൽ ക്രീപ്പർ ഫാമായിട്ട് കൊടുക്കാം, വേണമെങ്കിൽ എനിക്ക് XP ഫാമായിട്ട് കൊടുക്കാം. ഞാൻ സോംബീസിനെ അയച്ചേക്കണത് നമ്മൾ XP ഫാമായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് XPയും കിട്ടും എല്ലാം കിട്ടും. ഞാൻ തന്നെ അല്ലേ
സ്റ്റെപ്പ് ഞാൻ ചുമ്മാ കേസ് ഉണ്ടാക്കി വെച്ചാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ല വഴിയാത്തോണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് കുറച്ച് TNT ഉണ്ടാക്കിയാലോ. പിന്നെ നമുക്ക് ഇവിടെ മൊത്തമായിട്ട് പടപടക്കാടൊക്കെ അടിക്കാമല്ലോ. പടപട ഇവിടെ കുറച്ച് പടപടാക്കിയാലോ. ഗൈസ് ഇവിടെ ഒരു വഴി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഏതായിരിക്കും? ഓക്കെ ഗൈസ് എല്ലാവരും വീട്ടിൽ കറണ്ട് വന്ന്. കറണ്ട് വന്നാ ഗൈസ് കറണ്ട് വന്നതാണ്. ഓക്കെ കറണ്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ടെറസ് ഇരുന്നാണ്. കാരണം താഴെ പോയാൽ ചൂടെടുത്ത് ചത്തു പോകും. ആണ് ഞാൻ ടെറസ് ഇരുന്നാണ് എടുക്കണം. ഞാൻ ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട് ഗൈസ്. ഇവിടെ മറ്റേ നമ്മൾ തുണിയൊക്കെ ഉണ്ടല്ലോ വെച്ചാണേ, അപ്പോൾ നല്ല കാറ്റടിക്കും. മരങ്ങളും ഉണ്ടല്ലോ ഉണ്ട്. നമുക്ക് അത് നോക്കാതെ നമുക്കിപ്പോൾ കാര്യങ്ങൾ നോക്കാം. എങ്ങോട്ടാ പോവാൻ വന്നേ? ഞാൻ ഇപ്പം എങ്ങോട്ടാ പോവാൻ വന്നേ? TNT ഉണ്ടാക്കാമല്ലേ. നമുക്ക് TNT ഉണ്ടാക്കാൻ ഞാൻ വെറും 27 ദിവസം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തെടുത്തത്. എല്ലാം ഈ വില്ലേജ് കണ്ടുപിടിച്ചത് എല്ലാം, പിന്നെ വീടുണ്ടാക്കിയത്. ഗൈസ് എൻ്റെ വീട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞത് ഇതല്ല എൻ്റെ വീട്. ഓക്കെ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ട്. ഓക്കെ ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചുതരാം. നിങ്ങളാരും തെറ്റടിക്കില്ലേ. ശരിക്കും പറഞ്ഞാൽ അനാർക്കിയൊന്നും അല്ല. ഓക്കെ ഇതിഹാസമല്ല. ഇതെൻ്റെ എൻചാൻമെൻറ്റ് റൂം, എൻചാൻറ്റ് ടേബിൾ റൂം. ഓക്കെ എൻചാൻറ്റ് ടേബിൾ റൂം. പിന്നെ ജസ്റ്റ് റൂം. പിന്നെ ഇവിടെ ഫർണിച്ചർ റൂം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അത് കാണിച്ചുതരാം. അല്ല വേണ്ട, അവിടെ കണ്ടില്ലേ, ഇത് തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത്. ഞാൻ എന്തിട്ടാ അത് അവിടെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെന്ന് പകരം ഞാൻ അവിടെ ഇതൊക്കെ എടുത്ത് വയ്ക്കണ്ട. ഗൈസ് നമുക്ക് തന്നെ ജസ്റ്റ് റൂമിലോട്ട് പോവാം. ജസ്റ്റ് റൂം നമ്മൾ ഈ ഫ്ലോറിലല്ല, ഇത് ഫസ്റ്റ് ഫ്ലോർ, ഇത് സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിലാണ് എൻ്റെ ജസ്റ്റ് റൂമും എല്ലാം ഇരിക്കുന്നത്. ഓക്കെ പിന്നെ അങ്ങ് തേർഡ് ഫ്ലോറിൽ എന്ന് വെച്ചാൽ ഇത് 3 ഫ്ലോറാണ്. 3 ഫ്ലോറിൽ മണ്ടയിൽ 2, 3 മാസ്റ്റർ ബെഡ്റൂം, താഴെ ഇതൊക്കെ സാധാ റൂം. ഓക്കെ ഫോണൊക്കെ എൻ്റെ ഇരിക്കുന്നത്, കോഴീൻ്റെ എനിക്ക് എന്തിനാണോ അത്. നമുക്കിപ്പോൾ ഇത്ര ഉണ്ടാക്കാൻ കഴിച്ചു. ഓക്കെ പിന്നെ ഇപ്പം ഇത്ര ഉണ്ടാക്കിയിട്ട് ഇനി വേണമെങ്കിൽ നമുക്കിനി പിന്നെ ഉണ്ടാക്കാം. എല്ലാവരും സെക്കൻഡ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ വന്നു ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. നമുക്കെല്ലാം പോയി ഇത് വായിച്ചിട്ട് എവിടെ എൻ്റെ വഴി എവിടെ? സെക്കൻഡ് ഫ്ലോറിലല്ലേ വഴി ഉണ്ടാക്കി വെച്ചേക്കണം. സെക്കൻഡ് ഫ്ലോറിലല്ലേ, തേർഡ് ഫ്ലോറാ? അതായിരിക്കും സെക്കൻഡ് ഫ്ലോർ. കണ്ട ഇവിടെ വലിയ റൂമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലാവും ഗൈസ്. ആൾക്കാർ ചുമ്മാ കയറി ഇതിനുണ്ടാക്കി വെച്ചാണ്. പക്ഷേ ഇവിടെ റൂമുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ ആദ്യത്തെ വീടിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വീട് ഇരുന്നത്. എൻ്റെ കോബിൾ സ്റ്റോണൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വീട് ഇരുന്നത്. മനസ്സിലായോ?
അതുകൊണ്ട് ആ വീട് മൊത്തം ഞാൻ പൊട്ടിച്ചളന്നിട്ടാണ് ഗൈസ് നമ്മളെ ആ ബണ്ടായിരിക്കുന്ന വീടില്ലേ, ആ വീട് ഞാൻ ഉണ്ടാക്കിയതൊക്കെ. വയ്യ ഗൈസ്, സ്റ്റെപ്പ് കയറി അത് കയറി ഇത് കയറിയൊക്കെ അണ്ട ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി ചത്തത് എന്ന് പറഞ്ഞാൽ ഹാർഡ് കോറിലൊന്നും ആദ്യം പോയി ചാവല്ലേ പറഞ്ഞാണ് ഗൈസ്. ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ മണ്ടത്തോടെ കാണിക്കാറുണ്ട്. ഇനി കുറച്ച് പൗഡർ വേണമല്ലോ, ഗൺ പൗഡറോ അമ്മച്ചി. അവിടെ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ലാഗ് അടിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്, ഫോണെല്ലാം ടാബ്. ഓക്കെ, എല്ലാം ചാവടാണ്. എന്ത് രസം. എന്തറാ പൊട്ടിയത്, എന്താടാ പൊട്ടിയ സംശയം. വെയിറ്റ് ചെയ്യാം. അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് എനിക്കോട് ഇത് നേരെ ഇതിനകത്തോട്ടായിരിക്കും കറങ്ങാനായിട്ടാണ്. ഓക്കെ, എന്നിട്ട് അത് നേരെ താഴോട്ട് പോകും, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തന്നെ. എനിക്കാണെങ്കിൽ ചില സമയത്ത് ഈ സൈഡും മനസ്സിലാവൂല. ഇത് ഇവിടെ ഇരുന്നത് അത് അപ്പുറത്തെ സൈഡ് ഇതാണ്ട് ഇവിടെ. നമുക്ക് നമ്മളൊരു ബ്ലോക്ക് ഒട്ടിച്ചേക്കാം. അയ്യോ ഓ, അവിടെ ഫുള്ള് വെള്ളമാണ് അതിൻ്റെ ഇടയ്ക്ക്. എൻ്റെ പൊന്ന്, ഇത് എത്ര സ്റ്റാക്കാടാ. എനിക്കിപ്പോൾ എത്ര സ്റ്റാക്ക് വേണം? 1 2 3 4 4 ഉണ്ട് എൻ്റെ. 4 സ്റ്റാക്ക്. അപ്പം 4 മതി, എനിക്ക് 4 മതി. 1 2 3 4. ഓക്കെ, ബാക്കി ഞാൻ പിന്നെ വന്നിട്ടോളാം. ഇട്ടോളാന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിക്കോളാം. എടാ, എൻ്റെ വേറെ ഒരു ബ്ലോക്കില്ല, ഡയറക്റ്റ് ഉണ്ടോ എത്തി. ഡയറക്റ്റ് ഇതിനോ. ഓ, ഇത് മറ്റേ പുതിയതായിട്ട് വന്ന സാധനമല്ലേ ഗൈസ്. ഓ അടാ, അതെന്തൊരു റോട്ടം ഫ്ലഷ്. ഞാൻ വിചാരിച്ചു വേറെ എന്തൊരു സാധനം, നല്ല സാധനം അടിക്കുന്നത്. എന്തിനാ ഇത് അടുത്ത് ഗൈസ്, എന്തിനാ റോട്ടം ഫ്ലഷ് അല്ലേ അത്, റോട്ടം ഫ്ലഷ്. ഓക്കെ, ഉണ്ടാക്കാം ഗൈസ്. എന്നിട്ടാണ് എനിക്കൊന്ന് ഇവിടെ ഇരുന്ന് പൊളിക്കാൻ ഗൈസ്. പക്ഷെ എനിക്ക് പ്രിന്റ് കാണാം. അപ്പോൾ അയൺ എൻ്റെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അയൺ നമുക്കാണെങ്കിൽ ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുള്ള സ്ഥലത്തൊന്നും എനിക്കാണെങ്കിൽ എടുക്കാം. ഞാൻ ജസ്റ്റ് റോം. ഇവിടെ എന്താ, ഇത് സാധാ റൂമാണ്. അല്ല, ഇതെന്താ? ആ, ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് വരാം ഗൈസ്. അത് ഞാൻ എന്തിനോ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത് ഇട്ടാണ്. ബട്ട് മറ്റേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാക്കാൻ നോക്കിയത്, മനസ്സിലായോ? ഇവിടെ ഒരു സ്റ്റാക്ക്, ഇവിടെ ഒരു സ്റ്റാക്ക്, പിന്നെ കണ്ട് ഇവിടെ ഒരു സ്റ്റാക്ക്, പിന്നെ ഇങ്ങനെ 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 ഇങ്ങനെ. എടാ, ഒരു സ്റ്റാക്ക് അവിടെ പോയി. അടപ്പുമ്മാളെ, ഒരു സ്റ്റാക്കും കൂടെ വേണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാ ചെയ്യേണ്ടി, ഉണ്ടാക്കുമോ? അതെൻ്റെ കുഴപ്പമാണോ? അയ്യോ, ഇത് ഇങ്ങനെയായിരുന്നല്ലേ. എടാ, 51 ഇതിൻ്റെ അടിക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എടാ, 51 എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താടാ 51? 51 51. ഞാൻ ചത്താലും അമ്മച്ചി എലേറ്റർ ഉള്ളതുകൊണ്ടാണ് ചോദിച്ചാൽ പല സമയത്ത് ഞാൻ രക്ഷപ്പെടുന്നത്. ഓക്കെ,
പല സമയത്ത് രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ എലേറ്റർ ഉള്ളപ്പോൾ ഞാൻ നേരെ ഒന്നും ലാൻഡ് ചെയ്യും ഗൈസ്. ചില സമയത്ത് കൈ തിന്നാറുണ്ട്. അത് കുഴപ്പമില്ല. എക്സലായിട്ട് പോണ്ട് ഗൈസ്. ചത്താലും എടുക്കാലോ. പിന്നെ ഉണ്ട് ഇതുണ്ട്, എല്ലാം ഉണ്ട്. പ്ലിന്റ്, ഗ്ലാസ്, അയ്യോ ഫെൻട്ര. എൻ്റെ പിക്കാക്സിന് അതിന് ഒന്ന് സിൽ ടച്ച് ഉണ്ട് ഗൈസ്. അതെൻ്റെ എൻഡർ ജസ്റ്റ് ഇരിപ്പുണ്ട്. സിൽ ടച്ച് ഉണ്ട് പിക്കാക്സ് എൻ്റെ ഉണ്ട് ഗൈസ്. സിൽ ടച്ച് അതുകൊണ്ട് അതപ്പോൾ എനിക്ക് മറ്റേ നമ്മൾ ഇതുണ്ടല്ലോ എൻഡർ ജസ്റ്റ് പൊടിക്കാൻ പറ്റത്തില്ലേ? പറ്റുമല്ലോ. അല്ല ഗൈസ്, മേഘം പോണുണ്ട്. ആണ് ഇപ്പോൾ താഴത്ത് പോയപ്പോൾ കാണിച്ചിട്ടുണ്ട്. മേഘം പോണുണ്ട്. മേഘത്തിൻ്റെ കൂടെ കയറി പോകാൻ പറ്റുമായിരുന്നെങ്കിൽ പോയാനെ. അപ്പം മേഘം എൻ്റെ വീട്ടിൽ ഫുൾ എപ്പോഴും മേഘ ഗൈസ്. 27 മണിക്കൂർ എൻ്റെ വീട്ടിൽ മേഘ. അത് എന്നാലും എങ്ങനെയാ ഗൈസ്, ഒരു അറിയാതെ ഒന്ന് തെറ്റിപ്പോയതാണ്. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പോകേണ്ടത്. ഇവിടെ എവിടെയെങ്കിലും കുറച്ച് ഇവിടം വരെ അതുള്ളൂ. സത്തില്ലെന്ന് പറയാനാണ് വന്നേ. അമ്മ എന്താ ഇതിൻ്റെ അടി വന്നിരിക്കണം. ഫ്ലിന്റ് കിട്ടിയ ഇവിടെ ഫ്ലിന്റ് കിട്ടോ? ഇവിടെ രണ്ടെണ്ണം ഒരുമിച്ച് ഇട്ടടാ. എന്താ ഹാൻഡ് കുറച്ച് എഫിഷ്യൻസി ഒക്കെ അല്ലേ ഇട്ടിട്ടുള്ളൂ. ഒന്നുകൂടെ പൊട്ടിച്ചാൽ കിട്ടോ? ഒന്നുകൂടെ പൊട്ടിച്ചാൽ കിട്ടോടാ. വീട്ടുകാർക്ക് എല്ലാവരും കറണ്ട് വന്നെന്ന് പറയുമ്പോൾ ഒരു അതിശയം. അമ്മാവേറെ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാം കറണ്ട് വന്നു. ചേട്ടാണല്ലോ. എന്താ അതിൻ്റെ ഉള്ളിൽ ഡേ യുമാരിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി. എനിക്ക് മനസ്സിലായി. നാണ്ട് ഇവിടെ നിന്ന് നാണ്ട് ഇങ്ങനെ അങ്ങ് നടന്നങ്ങ് കയറി കാണും കേട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയപ്പോൾ നടന്നങ്ങ് ഇങ്ങോട്ടങ്ങ് വീണ് കാണും. എടാ ഇവിടെ ഞാൻ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ഇവിടെ അല്ലായിരുന്നോ? എനിക്ക് ഇവിടെ ഇവിടെ ഞാൻ ഒരു കുഴി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം നീ ഇവിടെ എവിടെയാണ് വെച്ചിട്ടുള്ളത്? അതെവിടെ ഇതാണ്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് നടന്നു പോകും. ഫ്ലിന്റ് എന്നാലും ഇങ്ങനെ ആഴത്തിൽ കിട്ടിയ നമുക്കൊന്ന് ഇതിൻ്റെ ഇടയ്ക്ക് അല്ലേ അയൺ 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 വീട്ടുകാർ ഒരാവശ്യത്തിന് വിളിക്കുന്നു, ഞാൻ മൈക്ക് ഓഫ് ആക്കുന്നു, എൻ്റെ ആവശ്യം കേൾക്കുന്നു, എന്നിട്ട് ഞാൻ പിന്നെ പോയി ചാവുന്നു. എടാ ഞാനേ ചിലപ്പോൾ ഈ എന്തിരി ഒരാവശ്യത്തിന് എന്നെ വിളിക്കും. അപ്പം ഞാനാണെങ്കിൽ ശ്രദ്ധിക്കാതെ പോയൊന്നും ചത്തുപിടിക്കും. ഈ ഗോൾഡ് ആപ്പിൾ എനിക്ക് എന്തിനാണ് തന്നേക്കണമെന്ന് എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഓക്കെ, ഗൈസ് നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം. ഓക്കെ, എനിക്കിനി വയ്യ ഇനിയിപ്പോൾ എടുക്കാൻ. വയ്യെന്നല്ല, മതി ഗൈസ്. ഇനി ലോങ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ അന്ന് തന്നെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടു കാണത്. അത് ഭയങ്കര കോമഡി ആയിരുന്നടാ. എൻ്റെ പൊന്നെ, ഞാൻ പോയി ചാവും എൻ്റെ പൊന്നോ. കോമഡി ആയിരുന്നല്ലേ. ഞാൻ പോയി ചാവും, പിന്നെ ഞാൻ ഇടും, പിന്നെ ഞാൻ പോയി ചാവും. എന്തിനായ ഇത് എൻ്റെ പൊന്നെ. ഞാനൊരു കാര്യം മനസ്സിലാക്കാം. അത് കണ്ടോ എത്ര ഇതാന്നുണ്ടോ? ഇരിക്കുവാ എൻ്റെ ഇത്രയും കണ്ടോ? കാണിച്ചു തരാം. TNT ഒന്നും ഉണ്ടായിരുന്നു, അത് പോയി കഴിച്ചു. എവിടെയാന്ന് അറിയത്തില്ല. അയ്യോ പത്ര ആടാ ഇതിനകത്താണ്. ഇതിനകത്ത് ഏതിലായിരുന്നു അതിരിക്കണേ?
ഇതിനകത്താണ് ഇതിരിക്കണത്. അയൺ അയൺ ഇതിനകത്തല്ലേ, പിന്നെ അതിനകത്താടേ. പിന്നെ ഞാൻ അതിനകത്താ കൊണ്ട് വെച്ചേ അയൺ. പിന്നെ അതിനകത്താ കൊണ്ട് വെച്ചേ അവിടെ. പിന്നെ അയൺ ഞാൻ മയം ചെയ്യാൻ പോണു. ഓ പഠിപ്പ് തന്നെ കേട്ടോ. അടുത്ത കാര്യോടെ നീ ഒന്നേന്ന് എടുക്കാൻ പോണടാ. കാണണ്ടേ? ഇവിടെ ഒന്ന് നടന്ന് തപ്പിയാ കിട്ടുമായിരിക്കും. ഒറ്റ മതിയടാ. ഒറ്റായ മതി എനിക്ക്. ഒറ്റൊരായ മതി. ഒന്നര അതായിരിക്കും. എനിക്കറിയാം കേസ് ഇവിടെ കിട്ടുമോ. എൻ്റെ വീടിൻ്റെ ഞാൻ ആദ്യം എന്ന് പറഞ്ഞാൽ വീട് പൊട്ടിക്കണ്ടല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വീട് പൊട്ടിക്കണ്ടല്ലായിരുന്നു. ബട്ട് ഞാൻ പൊട്ടത്തരൊക്കെ അടിച്ച് എൻ്റെ ബെഡും പോയി, എല്ലാം പോയി. കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വില്ലേജ് നോക്കിയപ്പോഴത്തേക്ക് ഗൈസ് എൻ്റെ വില്ലേജ് എങ്ങനെ. എനിക്ക് സന്തോഷമാടാ എൻ്റെ പൊന്നെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് എന്നുവെച്ചാൽ ഞാനേ ഇന്നലെ ഒട്ടേക്കടന്ന് തപ്പ് എന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടല്ലോ ഫുള്ള് എന്നുവെച്ചാൽ ഇന്നലെ ഞാൻ തപ്പി ഒരു വിധിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നലെ രാത്രി അപ്പോൾ ഉറങ്ങാൻ സമയപ്പോൾ ഞാൻ പിന്നെ നിർത്തിയിട്ട് പോയി ഗൈസ്. കാരണം ഞാൻ അത്രയും നേരം അത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അറിയാമോ? സ്മെൽ ചെയ്യാൻ വെക്കാൻ പറ്റൂലേ? തീയൽ വയ്ക്കാൻ പറ്റുമോ? ഒന്നും വയ്ക്കാൻ പറ്റില്ലേ? അതിനു വേണ്ടി എവിടെയെങ്കിലും പോയി സാധനം ഉണ്ടാക്കണം. നമുക്ക് മണ്ടേ കൊണ്ടുവയ്ക്കാം ഗൈസ്. മണ്ടയിലുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ ടെറസായിരുന്നു. പക്ഷേ ടെറസൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ. എൻ്റെ സെക്കൻഡ് ഫ്ലോർ എൻ്റെ റൂമിൻ്റെ ഇവിടെ ഒന്നും ഇല്ല. അവിടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ? ഇവിടെ ഇല്ലേ? കോളില്ല എൻ്റെ ഇവിടെ. ഇഷ്ടം മാതിരി കോളിലൂടെ എൻ്റെ ഇരുന്നേ. മനസ്സിലായി. എൻ്റെ ഇതിലിരിക്കുന്നു. എൻ്റെ എൻജോയ്മെൻറ്റ് റൂമുണ്ട്. എൻജോയ്മെൻറ്റ് അതായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടോ. ഇത് എൻ്റർ ജസ്റ്റ് ഓക്കെ. ഇതിനകത്ത് കോൾ അതായിരിക്കും. കണ്ടോ കോളിന് തന്നെ നാണ്ട്. ഇതാണ് ഞാൻ സീറ്റ് ടച്ച് തൊട്ടൊക്കെ. നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് മറ്റൊന്നും കഴിക്കാം ഓക്കെ. ഇവിടെ നാണ്ടിരിക്കണ്ട ഇഷ്ടം പോലെ ആണ്. ലോക പൊട്ടണ്ണ ഇതിനകത്ത് ഇരുന്നിട്ടാണ് ഞാൻ നേരത്തെ ഇപ്പൊ അതിനകത്ത് പോയി നോക്കിയേ. അഞ്ഞേ പൊട്ടന്നെ. എൻ്റെ ഇതിൽ ഇപ്പോഴും ഇരിപ്പോട്ടാടാ ഈ പശുവിൻ്റെ. ഞാൻ അതൊക്കെ പോയി കാണും. പശുവിൻ്റെ സ്പോണാക്കിയിലിരിക്കട്ടെ. എടി കറുത്തതായി അപ്പം രാത്രിയായിട്ട് കോള് സ്പെരിക്കാൻ പറ്റും. അങ്ങനെ വെക്കാറുണ്ടോ എനിക്കറിയത്തില്ല. വെക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? വെക്കാൻ പറ്റും. എനിക്ക് ഇതിനെക്കുറിച്ച് എല്ലാം ഒന്നും അറിയത്തില്ല ഗൈസ്. ഓക്കെ, ഇതിനെക്കുറിച്ച് എല്ലാം ഒന്നും അറിയത്തില്ല. ഇന്നൊക്കെ വിളയാട്ടോ. എനിക്കിന്ന് പൊട്ടിച്ചേരി ഇത് ആവട്ടെ. ബിതി എനിക്ക് അത്യാവശ്യം സമയത്ത് ഞാൻ കണ്ട കേസ് ഇതിൽ കൂടെ ഒറ്റ ഓട്ടം ഇറങ്ങി ഓടിക്കാൻ. പിന്നെ മഴ ആയതുകൊണ്ട് മഴ ആയാൽ ഒന്നും കണ്ടിരിക്കാൻ പറ്റത്തില്ല. മഴ ആയാലേ മഴയാണോ വേണ്ട? നമുക്ക് മഴ വേണ്ട. നമുക്കേ എനിക്ക് നല്ലോണം കാണണം കേസ്. എനിക്ക് നല്ല കാണണം, കണ്ട് രസിക്കണം. എനിക്ക് മനസ്സിലായ? കണ്ട് രസിക്കണം.
ആ TNT പൊട്ടുന്നതും എല്ലാം എനിക്ക് കണ്ട് രസിക്കണം. നിങ്ങൾക്ക് ബാക്ക് ക്യാമറ തിരിച്ചറിയിച്ചില്ലെങ്കിൽ എൻ്റെ മൈക്രോഫ്റ്റിന് ഇതാണ്. ഓക്കെ, നമ്മൾ ഇതാണ്. ഓക്കെ, വീഡിയോ പോയിട്ട് താഴോട്ട് ആകുമ്പോൾ ഫസ്റ്റ് പേഴ്സണൽ, തേർഡ് പേഴ്സൺ, ബാക്ക്, അങ്ങനെ അങ്ങനെ കാണും. അതിനകത്ത് പിടിച്ചേക്കുക ആയിക്കോളും. ഓക്കെ, നമുക്ക് TNTയും കൂടെ പൊട്ടിച്ച് നിർത്താം. ഓക്കെ, പോയാനാട്ടാ നമ്മക്ക് ഇവിടെ പൊട്ടിക്കല്ലേ. യോ കുഴി കുഴി ഫുള്ളി നോക്കി. ഫുള്ള് എനിക്ക് പൊട്ടിക്കണം. ഇവിടെ ഫുള്ള് പൊട്ടിക്കണം. നിങ്ങളെ വീട്ടിൽ കറണ്ട് പോയോ ഗൈസ്? ഇതെന്താ? ഇവിടെ ഞാൻ എന്താ ഇത് കുറച്ച് സ്റ്റോറേജാ എന്ത് പറ്റിയേ? സ്റ്റോറേജ് ഉണ്ടോടാ? ഇത്ര സെർവർ ഉണ്ടോ? അയ്യോ, ഞാൻ ഡിലീറ്റ് ആക്കണം. പിന്നെ ഇത് ഡിലീറ്റ്, ഇത് ഡിലീറ്റ്, മതിയോ? എന്റെ പൊന്നത് എന്തൊരു കഷ്ടോടാ പൊന്നി, എന്തോ കഷ്ടോ കഴിച്ചത്. സ്റ്റോറേജ് ഫുള്ളായിട്ടും പറഞ്ഞോണ്ട് ഞാനാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ചിലരൊക്കെയാണെങ്കിൽ ഒന്നി തന്നെ കുറെ ഇതുണ്ടാക്കൂടാ. എന്നുവെച്ചാൽ ചിലര് ഹാർഡ്കോറിന് എന്നുവെച്ചാൽ ഈ സർവറിലൊക്കെ കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് തന്നെ ചിലപ്പോൾ കളിക്കും. മോഡ്സ് കയറ്റിയിട്ട്, ഞാനാണെങ്കിൽ മോഡ്സ് കയറ്റിയിട്ട് അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളയാം ഗൈസ്. മോഡ്സ് കയറ്റിയിട്ട് ഞാൻ അങ്ങനെ വെച്ചേക്കല്ല, കയ്യിൽ വെച്ചേക്കല്ല, ഞാൻ അത് അപ്പോഴേ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഗെയിമിങ് എന്റെ ഇതെവിടെയാടാ? TNT തീർന്നാ? മണ്ണിടക്കിന് ഇത്ര TNT വെച്ചാടാ? അടാ ബൊമ്മാളെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മള് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ വേറെ റൈഡ് കാണാം. നമുക്ക് ബൈ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ പ്ലീസ്. ഇവിടെ മാത്രമേ പഠിച്ചു. ഓക്കെ, അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. ബൈ.